പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു രാത്രി കൂടെ ഉറങ്ങി എഴുന്നേൽക്കുവാൻ യഹോവ കൂടെ ഇരുന്നതുകൊണ്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ദയവായിട്ട് ഓർപ്പിക്കുന്നു. അതവർ ചാനലായിട്ട് അംഗീകരിക്കുകയും അനേകരിലേക്ക് ഈ സന്ദേശം എത്തുവാൻ സഹായകരമാവുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായിട്ട് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, 2 Chronicles chapter 15 verse 2, the second part of the 2. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ട്. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇത് ആസ എന്ന് പറയുന്ന രാജാവിനോട് യഹോവയുടെ ആത്മാവിൽ നിറഞ്ഞ് അസര്യ എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്ന വാക്കാണ്. ഒന്നുകൂടെ പറയാം. യഹൂദിയിൽ ഭരിച്ചിരുന്ന രാജാവായ അബിയാവിൻ്റെ മകനായ ആസയോട്, യഹോശഫാത്തിന്റെ അപ്പനായ ആസയോട് അസര്യ എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ്. ഒന്നുകൂടി അത് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ക്ലോസ്, ഒരു അഷ്വറൻസ് ഈ ആസയ്ക്ക് അസര്യ പുരോഹിതൻ കൊടുക്കുന്നതാണ്. നമ്മൾ ഓർക്കും ഒരു വേദനയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്ന വാക്കാണ്. അല്ല, ഒരു വലിയ യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ആസയ്ക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ഇതിന്റെ പശ്ചാത്തലം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അത് പറയുമ്പം ആസ എന്ന് പറയുന്ന യഹൂദ രാജാവ് ഉപേക്ഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ആസ എന്ന് പറയുന്ന രാജാവിനോടുള്ള ബന്ധത്തിൽ 14, 15, 16 വാക്യങ്ങളിൽ ഈ അന്വേഷിക്കുക എന്ന് പറയുന്ന ഈ വാക്ക് 16 പ്രാവശ്യം നമുക്ക് കാണാം. ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള വാക്ക്. ഈ യഹോവയെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ അടുത്തിരിക്കും, ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും, അന്വേഷിക്കുന്നെങ്കിൽ കണ്ടെത്തും എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ യേശു കർത്താവ് തത്തുല്യമായിട്ട് തന്നെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ആ അന്വേഷിക്കുക മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പഴയ നിയമത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആസ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം കൂടെ ഇരിക്കുമെന്നും അന്വേഷിച്ചിട്ടും വിട്ടുപോയാൽ ദൈവം ഉപേക്ഷിക്കുന്നതിന് വ്യക്തമായൊരു തെളിവാണ് ആസ എന്ന് പറയുന്ന യഹൂദ്യ രാജാവ്. നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന 1, 2, 3 വാക്കുകളുണ്ട്. ഒന്ന്, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ, ആ വാക്ക് നമ്മൾ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ ബലഹീനനോട് കൂടിയിരിക്കുന്ന ദൈവമേ. ഞങ്ങളെ 11-ാമത്തെ വാക്യമാണത്. ഇങ്ങനെയാണ്: യഹോവേ, ബലവാനും ബലഹീനനും 14:11 തമ്മിലൊരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ. അത് നമ്മൾ മിക്കവാറും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മറ്റൊരു വാക്ക് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. ആ വാക്ക് 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ആസയോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. ആ വാക്ക് ഇങ്ങനെയാണ്: യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതും ആസയോടുള്ള ബന്ധത്തിലാണ്. ഈ പശ്ചാത്തലം ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ, ആസ എന്ന് പറയുന്ന മഹാരാജാവ് യഹൂദിയിൽ അബിയാവ് തന്റെ അപ്പൻ മരിച്ചതിന് ശേഷം ഭരണസാരഥ്യം ഏറ്റെടുത്ത ഒരു ചെറിയ
ചെറിയ ഹിസ്റ്ററി പറയുകയാണ്. 14 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഏറ്റെടുത്ത ഇയാളുടെ അണ്ടർലൈൻ ഇട്ടേണ്ട ഒരു ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് യഹോവയ്ക്ക് ഹിതവും പ്രസാദവുമായുള്ളത് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് യഹോവയ്ക്ക് ഹിതവും പ്രസാദവുമായുള്ളത് ചെയ്തു. അതുകൊണ്ട് താഴോട്ട് വായിക്കുന്നു, ദൈവം അവരോട് കൂടിയിരുന്നു. പൂജാഗിരികളെ ഇടിച്ചു കളഞ്ഞു, സ്തൂപസ്തംഭങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഇങ്ങനെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തുകൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 3 ലക്ഷം വൻപരിചയം എടുക്കുന്നവര്, 2,80,000 ചെറുപരിചയം എടുക്കുന്നവര്, അങ്ങനെ 5,80,000 ഒരു കാലാൾപ്പടയുള്ള മഹാനായ ഒരു രാജാവ്. പക്ഷേ അത് അധിക കാലം നീണ്ടു നിന്നില്ല. കൂശ്യ രാജാവായ സേരഹ് എന്ന് പറയുന്നയാള് 10 ലക്ഷം കാലാൾപ്പടയും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, 5,80,000 നേരെ 10 ലക്ഷം കാലാൾപ്പടയും 300 രഥങ്ങളുമായിട്ട് കൂശ്യനായ സേരഹ് വരുന്നു. അപ്പൊ ഒന്ന് ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിക്കേ. ഒരു യുദ്ധത്തിന്റെ പഴയ നിയമകാലത്തിലാണ്, യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. 5,80,000 മാത്രമുള്ള ഈ ആസയുടെ സൈന്യത്തെ നശിപ്പിക്കാൻ 300 രഥങ്ങള്, അത് മാത്രമല്ല 10 ലക്ഷം അല്ല പടയാളികളുള്ളത്, 10 ലക്ഷം കാലാളുമായിട്ട് കൂശ്യനായ സേരഹ് എന്ന് പറയുന്ന രാജാവ് ഈ മരേശ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാ. ഇവിടെ യുദ്ധം ആര് ജയിക്കും? നിശ്ചയമായിട്ടറിയാം. 5,80,000 കാലാള് മാത്രമുള്ളിടത്തേക്ക് 300 രഥങ്ങളും 10 ലക്ഷം കാലാളുമായിട്ട് വരികയാ. ആര് യുദ്ധം ജയിക്കും? ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നിശ്ചയമായിട്ട് കൂശ്യൻ ജയിക്കും. കാരണം 10 ലക്ഷം കാലാളും 300 രഥവും ഉള്ളവര് ജയിക്കണം. അതേ ജയിക്കുകയുള്ളൂ, അങ്ങനെയേ ജയിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ അവിടെ ഒരു പ്രാർത്ഥന, ആസ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബലഹീനന്റെ കൂടെ ഇരിക്കുന്ന ദൈവമേ, ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല, മർത്യൻ പ്രബലനാകരുതേ. ഒരു പ്രാർത്ഥന. ഇവിടെ ആസ പ്രാർത്ഥിക്കുക, ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ അന്വേഷിച്ച് അവനോടുകൂടെ ദൈവം ഇരുന്നു. കൂശ്യർ അവന്റെ മുൻപിൽ പരാജയപ്പെട്ടു തോറ്റുപോയി. മാത്രമല്ല, കൂശ്യരിൽ ഒരൊറ്റയാള് പോലും ശേഷിക്കാതെ മുഴുവൻ 10 ലക്ഷത്തെയും ആ 300 രഥത്തെയും ആസയും കൂടെയുള്ളവരും തകർത്തു കളഞ്ഞു. ഇന്ന് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. എങ്ങനെയാ യുദ്ധം ജയിച്ചത്? ഒരൊറ്റ വാക്കേയുള്ളൂ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. എതിരി നിൽക്കുന്ന ശത്രുവിനെയല്ല, നിനക്കെതിരായി നിൽക്കുന്ന രോഗത്തെയല്ല, നിനക്കെതിരായി വെല്ലുവിളിച്ചു നിൽക്കുന്ന നീ വിജയിക്കത്തില്ല. സാഹചര്യം നോക്കിയാൽ 10 ലക്ഷം വിജയിക്കണം. അവിടുത്തെ പശ്ചാത്തലം നോക്കിയാൽ 300 രഥങ്ങളുള്ള ആ കൂശ്യനായ സേരഹ് വിജയിക്കണം. എന്നാൽ സാഹചര്യവും സമ്മർദ്ദവും പശ്ചാത്തലവും ഒന്നിച്ചു നിന്ന് നീ പരാജയപ്പെടുമെന്ന് പറയുമ്പോൾ, നിരാശ നിന്നെ മൂടിയിട്ട് നീ തകരുമെന്ന് പറയുമ്പോൾ, അതിന്റെ നടുവിൽ നിന്ന്, ആ നിരാശയുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ, ബലഹീനനോട് കൂടിയിരിക്കുന്ന ദൈവമേ, ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല, വേറൊരു ആശ്രയമില്ല, മർത്യൻ പ്രബലനാകരുതേ. സ്വർഗം എഴുതി ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ച ആസ രാജാവേ, ആസയെ, നിന്റെ കൂടെ ദൈവമുണ്ട്. സൈന്യം മറ്റൊരു കൂടിയ, ആൾബലം മറ്റൊരു കൂടിയ, ശക്തി കൂശ്യരുടെ കൂടെയാ. എന്നാൽ ഞാൻ നിന്റെ കൂടെ വരികയാ. ദൈവം തമ്പുരാൻ നിന്റെ കൂടെ വരികയാ. ദൈവം നിന്റെ കൂടെ വരികയാ. ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയെ, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് ഇന്ന് പകലിൽ പറയട്ടെ, വിജയം നിന്റെ കൂടെയാ. ഒരു നിരാശയിലും 10 ലക്ഷത്തെ കാണുമ്പോ ഭയപ്പെട്ടു, ആ 300 രഥങ്ങൾ കാണുമ്പോ ഭയപ്പെട്ടു, തകർന്നു പോകുമെന്ന് തോന്നി, ഈ രോഗം നിന്നെ തകർക്കുമെന്ന് തോന്നി, ഇപ്പോഴത്തെ സാഹചര്യം നിന്നെ ഇല്ലാതാക്കുമെന്ന് തോന്നി, ഈ മഹാമാരി നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നീ ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർപ്പിക്കട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ ആ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ, യഹോവയോട് കൂടെ ഇരിക്കുന്ന ഇടത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. യുദ്ധം ജയിച്ചു മടങ്ങി വരുന്ന
ആസയോട് അസരിയാവെന്ന് പറയുന്ന പ്രവാചകൻ പറയുക, അതെ, നീ ജയിക്കാൻ മറ്റു കാര്യമില്ല, നിന്റെ ക്വാളിറ്റി അല്ല, സൈന്യബലമല്ല, ശക്തിയല്ല, നിന്റെ മണി പവർ അല്ല, നിന്റെ ശക്തിയല്ല, നിന്റെ ബന്ധുബലമല്ല, ആൾബലമല്ല, മറിച്ച് യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. അടുത്ത വാക്യം പ്രസക്തമാണ്, ഇത് ഹൃദയത്തിനകത്തേക്ക് കുറിക്കണം. അവനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. പ്രതിസന്ധിയില്ല എന്നല്ല, യുദ്ധത്തിൽ പട്ടുപോകുമെന്ന് ഭയപ്പെട്ടു. 10,300,000 രഥങ്ങൾക്കുമെതിരെ ഈ വെറും 5 ലക്ഷവുമായിട്ടാ പോയത്. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. യഹോവയെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. യഹോവയെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കൂടെയിരിക്കും. താഴോട്ട് വായിക്കുമ്പോൾ, അടുത്ത ബാക്കി ഭാഗം വായിക്കുമ്പോൾ കാണാം, പൂജാഗിരികളെ അവൻ നശിപ്പിച്ചു, പൂജാഗിരികളെ ഇടിച്ചു കളഞ്ഞു. ജനത്തോട് പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കുക. ജനം പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കാമെന്ന്. അവരൊരുമിച്ച് യഹൂദ മുഴുവനായിട്ട് ദൈവത്തെ അന്വേഷിച്ചു. ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അവന്റെ അമ്മ പേര് മയക്ക. മയക്ക എന്ന് പറയുന്ന അമ്മ ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരുന്നേ. ഇവിടെ സ്വന്തം ബന്ധങ്ങൾ പ്രശ്നമല്ല, ഇവിടെ സ്വന്തം ബന്ധങ്ങൾ പ്രശ്നമല്ല, ഇവിടെ എത്ര കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണെന്ന് പ്രശ്നമല്ല, ഇവിടെ ബന്ധത്തിന്റെ കാര്യം ഒരു വിഷയമല്ല, ഇവിടെ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉള്ളതൊരു പ്രശ്നമല്ല. അവൻ എന്താ ചെയ്തെന്നറിയാമോ? ആസ പറഞ്ഞു, നീ രാജ്ഞിയായിട്ട് രാജസ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞ് അമ്മയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. തെറ്റു ചെയ്ത് എന്താ? മ്ലേച്ഛ വിഗ്രഹത്തെ ഉണ്ടാക്കി, അതിനെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. അത് യഹോവയ്ക്ക് പ്രസാദമായി. സ്വന്തം ബന്ധങ്ങളെ നോക്കാതെ, അവിടുത്തെ സാഹചര്യങ്ങളെ നോക്കാതെ, ഫ്രണ്ട്ഷിപ്പിനെ നോക്കാതെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവമൈതലേ, നിന്നോട് പറയുക, അവനെ അന്വേഷിക്കുന്നു, അവൻ നിന്റെ കൂടെ ഇരിക്കും. അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും. അവന്റെ കൂടെ ഇരുന്നാൽ അവൻ നിന്നോട് കൂടെ ഇരിക്കും. മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ സന്ദേശം കേൾക്കുമ്പോൾ ഇതൊക്കെയും നിനക്ക് ലഭിക്കും. നീ പരാജയപ്പെടുകയില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതനായി അവന്റെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ശ്രദ്ധിക്കണേ, ഈ ദൈവത്തെ അന്വേഷിച്ച, പക്ഷേ ഈ രാജാവ് പ്രബലനായി. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, പ്രബലനായി. അങ്ങനെ പ്രബലനായപ്പം ഒരിക്കൽ ഇസ്രായേൽ രാജാവ്, ഇത്ര ശക്തിയില്ലാത്ത ഇസ്രായേൽ രാജാവ് അവന്റെ നേരെ വരിക രാമയിൽ വന്നു കഴിഞ്ഞപ്പോ, രാമ പണിയുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പം ഒരു കാര്യം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, ഭോഷത്വം പ്രവർത്തിച്ചു. എന്ത് ഭോഷത്വം പ്രവർത്തിച്ചത് ഇതാ, ഇത് ശ്രദ്ധിച്ചോണേ. പണം കൂടുമ്പോൾ, ശക്തി കൂടുമ്പോൾ, നിനക്കെല്ലാം ഉണ്ടെന്ന് തോന്നുമ്പോൾ, നീ ദൈവസന്നിധിയിൽ നിന്ന് മാറിയാൽ ദൈവം നിന്നെ ഉപേക്ഷിക്കുമെന്ന് ആസയെ ഒന്ന് തെളിവായിട്ട് പറയുക. ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പോ, ഇത്ര ശക്തിയില്ലാത്ത ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പം ഇവൻ മറ്റൊരു കാര്യം ചെയ്തു. അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയെ ആശ്രയിക്കാതെ അരാം രാജാവായ ബെൻഹദദ് എന്ന് പറയുന്ന രാജാവിനെ ആശ്രയിച്ചു. അതിന് കണ്ടെത്തി ഉപാധി, ദേവാലയത്തിനകത്തുള്ള പൊന്നും വെള്ളിയും. ആസ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ രാജാവ്, ദൈവം ജയം കൊടുത്തവൻ, ബെൻഹദദിന് കാഴ്ചവെച്ചു. ആലയത്തിലെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സമയമെടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട ടൈം, ദൈവത്തിന് കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ട പണം, ദൈവത്തിന് കൊടുക്കേണ്ട ആ വില, അതെടുത്തിട്ട് ബെൻഹദദിന് കാഴ്ചവെച്ചു. അവിടെയാണ് വീണ്ടും പ്രവാചകൻ വന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ. ആ പ്രവാചകൻ വന്നിട്ട് പറയുന്ന വാക്കിതാണ്, യഹോവയിൽ ആശ്രയിച്ചപ്പോ തന്ന ആ ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കാണ് ഭിന്നത്തെ പശ്ചാത്തലം നാം കാണിക്കുന്നത്. യഹോവയുടെ കണ്ണ് തങ്ങൾ 16:9 വാക്യം, ഏകാഗ്ര ചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആസയെ ഈ കാര്യത്തിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചു. പിന്നീട് താഴോട്ട് ഇനിയും നിനക്ക് യുദ്ധമുണ്ടാകും, ഇനിയും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ നീ യഹോവയോട് കൂടി ഇരുന്നില്ലെങ്കിൽ, ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. അവന്റെ താഴോട്ട് വായിക്കുമ്പോ കാണാം, അവന് രോഗം പിടിപെട്ടു, അവന്റെ കാലിൽ ദീനം പിടിപെട്ടു. അവൻ വൈദ്യന്മാരെ ആശ്രയിച്ചു, ദൈവത്തെ വിട്ടുകളഞ്ഞ് വൈദ്യന്മാരെ ആശ്രയിച്ചത് കൊണ്ട് യഹോവ അവനെ ഉപേക്ഷിച്ചു. നോക്കിക്കേ, എത്ര വ്യക്തമായി തെളിവായിട്ട് പറയുന്നു, അവനെ അന്വേഷിക്ക്,
അവൻ നിന്റെ അടുത്തേക്ക് വരും. ദൈവത്തോട് അടുത്തു ചെല്ല്, അവൻ നിന്റെ അടുത്തേക്ക് അടുത്തു വരും. അവനെ അന്വേഷിക്ക്, നിങ്ങൾ കണ്ടെത്തും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അവനിൽ നിന്നും മാറരുത്. ആ കണ്ണ് ദാസന്മാരുടെ കണ്ണ് യജമാന്മാരുടെ കയ്യിലേക്ക്, ദാസിമാരുടെ കണ്ണ് യജമാനത്തിമാരുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക്, അവനിൽ നിന്നല്ലോ, ആ പർവ്വതത്തിൽ നിന്നല്ലോ സഹായം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവന്റെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവജനമേ, ഈ വചനത്തിൽ ഉറച്ചാട്ടെ, ഈ വചനത്തിൽ ഉറച്ചാട്ടെ. ബലവാനാകുമ്പോൾ, പണം വർദ്ധിക്കുമ്പോൾ, നിന്റെ ആശ്രയം വർദ്ധിക്കുമ്പോൾ, ബന്ധുബലം കൂടുമ്പോൾ, യഹോവയെ വിട്ട് മാറാതെ നിന്റെ കണ്ണ് ആ ഏകാഗ്ര ചിത്തനായി ഇരിക്കുന്ന ദൈവത്തിങ്കൽ മാത്രം ഉറയ്ക്കട്ടെ. അവങ്കിലേക്ക് മാത്രം കണ്ണുകൾ ഉറപ്പിക്കട്ടെ. ആ വചനത്തിനകത്ത് നമുക്ക് ഒന്നുകൂടി ആശ്രയിക്കാം. പ്രവചന വചനം ആശയോട് പറഞ്ഞത് ദൈവജനത്തോട് പറയുന്നു, യഹോവയോട് കൂടെ നീ ഇരിക്കുന്നിടത്തോളം, നീ യഹോവയോട് കൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. അതെ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി മുഖം ലജ്ജിച്ചിട്ടില്ല. അവങ്കിലേക്ക് നോക്കാം, അവന്റെ കൂടെ ഇരിക്കാം. അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അവനോട് കൂടെ നടക്കാം, അവൻ നിന്നോട് കൂടെ നടക്കും. അവനോട് കൂടെ സംസാരിക്കാം, അവൻ നിന്നോട് സംസാരിക്കും. അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, അവനെ അന്വേഷിക്കാം, ജാഗ്രതയോടെ അന്വേഷിക്കാം. നാം കണ്ടെത്തും. അവന്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ ജനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ജനം ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്നു. ഈ ജനത്തിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നതിനായി നന്ദി. സൈന്യത്താലല്ല, ശക്തിയല്ല, സൈന്യബലത്താലല്ല. 5,80,000 പോകുമ്പോ 10 ലക്ഷത്തിനോട് എതിർത്ത് നിൽക്കുവാൻ, 300 രഥത്തോട് എതിർത്ത് നിൽക്കുവാൻ ശക്തിയില്ലാഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ആശയോട് കൂടിയിരുന്ന ദൈവമേ, ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി നന്ദി. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനനോട് കൂടിയിരുന്ന് അവന് കാര്യം നടത്തി കൊടുക്കുന്ന ദൈവം, സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവം, മർത്യൻ പ്രബലനാകാതെ യഹോവയുടെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുക. ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി നന്ദി. മർത്യൻ പ്രബലനാകാതെ ഇവരെ ആദരിക്കുന്നതിനായി, അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തെ ദൈവം ആദരിക്കുന്നതിനായി നന്ദി. കർത്താവ് ഇവരെ ആദരിച്ചിരിക്കാൻ നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.